അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാനും അത് ആസ്വദിക്കാനും വേണ്ടി ഖുറൈശികൾ അടക്കമുള്ള വിവിധ ഗോത്രങ്ങളിലെ നേതാക്കളും അനുയായികളുമൊക്കെ വരുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിങ്ങനെ തുടർന്നപ്പോൾ അത് അവർക്കിടയിൽ തന്നെ ചർച്ചയായി. അപ്പൊ അവസാനം അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇനി നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോകേണ്ടതില്ല എന്ന് എല്ലാവരും ധാരണയാക്കിയവരൊക്കെ ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ വീണ്ടും അങ്ങോട്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവിടുന്ന് ആട്ടി പുറത്താക്കണം എന്നവർ തീരുമാനിച്ചു. ജനങ്ങൾ തീർത്ത പ്രതിരോധത്തിന് മുന്നിൽ മാനസികമായി വിഷമിച്ച് അദ്ദേഹം നാടുവിടാനൊരുങ്ങുമ്പോൾ അവിശ്വാസിയായ ഒരു മനുഷ്യൻ തന്നെ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാരൊന്നും ഈ നാട് വിട്ടുപോയിക്കൂടാ. അതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണോത്തരവാദിത്വം ഞാൻ ഏറ്റു, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് ഖുറൈശി സഭയ്ക്ക് മുന്നിൽ പോയി അയാൾ പറയാണ്, ഈ മനുഷ്യന്റെ സംരക്ഷണോത്തരവാദിത്വം എനിക്കാണ്, ഇദ്ദേഹത്തെ ആരും തൊട്ടുപോകരുത്. അതോടെ ആ പ്രശ്നം അവസാനിച്ചു എന്നാണ്. ബൈസന്റീൻ സൈന്യവുമായി യുദ്ധം ചെയ്യുന്ന ഇസ്ലാമിക സൈന്യത്തിന്റെ അരികിലേക്ക് മിസ്റിന്റെ ഭരണാധിപനും സംഘവും വന്ന് ഞങ്ങളുടെ നാട് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറയുന്ന ചരിത്ര മുഹൂർത്തം നമുക്ക് കാണാൻ കഴിയും. ലോകമെമ്പാടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കാത്തിരുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് കാര്യങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുസ്ലിങ്ങളുടെ വീടുകളും അവരുടെ പള്ളികളുമൊക്കെ ബുൾഡോസ് ചെയ്യപ്പെടുന്നതും പലതരം നിയമക്കുരുക്കുകൾ പറഞ്ഞത് നശിപ്പിക്കുന്നതൊന്നും വാർത്തയെ അല്ലാതായി മാറുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വിശ്വാസത്തിന്റെയും നിലപാടിന്റെയും പേരിൽ സായുധമായി ആക്രമിക്കപ്പെടുന്ന, കൊല്ലാകൊല ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണങ്ങളില്ലാതെ കള്ളക്കേസുകളിൽ കുടുക്കി തെറ്റായ വകുപ്പുകൾ ചേർത്ത് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അവർ സെല്ലുകളിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിലൊക്കെ ഉപരി വിശ്വാസവും നിലപാടും ശരിയായി പറഞ്ഞാൽ അത് വളഞ്ഞുവെച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും പീച്ചാങ്കത്തിയേക്കാളും വെട്ടുകത്തിയേക്കാളും വലിയ അനുഭവങ്ങളാണത്. നിലപാടുകൾ യഥാവിധി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ കുറച്ചുകൂടിയും പെയിൻഫുൾ ആണ്. വേഗം എന്തെങ്കിലുമൊക്കെ ചാപ്പകുത്തി അരിക്കാക്കുന്ന പരിപാടി സമൂഹത്തിൽ വളരെ ശക്തമാണ്. താലിബാനിസം ആരോപിച്ചും തീവ്രവാദം ആരോപിച്ചും ഭീകരവാദം ആരോപിച്ചും യാഥാസ്ഥികത്വം ആരോപിച്ചും നവയാഥാസ്ഥികത്വം വെച്ചുകെട്ടിയുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേഗമുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവ് അവരവരുടെ വേഷത്തിൽ നിന്ന് തിരിച്ചറിയാമെന്ന് ഒറ്റ വാചകം പറഞ്ഞപ്പോ ആളുകൾക്കുണ്ടായ ഒരു മനോഗതമുണ്ട്. ഇവിടെ നീണ്ട കാലങ്ങൾ കൊണ്ട് കോയിൻ ചെയ്തെടുത്ത, നീണ്ട കാലഘട്ടങ്ങൾ കൊണ്ട്, കള്ളക്കഥകൾ കൊണ്ട്, കുപ്രചാരണങ്ങൾ കൊണ്ട്, ഇല്ലാ കഥകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു സങ്കല്പമുണ്ട്. തീവ്രവാദം എന്ന് കേൾക്കുമ്പോൾ, ഭീകരവാദം എന്ന് കേൾക്കുമ്പോൾ, താലിബാനിസം എന്ന് കേൾക്കുമ്പോൾ, യാഥാസ്ഥികത്വം എന്ന് കേൾക്കുമ്പോൾ ഒക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ വരിഞ്ഞു കെട്ടി ആക്രമിച്ച് മൂലക്കലാക്കാനുള്ള ശ്രമങ്ങൾ അത് ഇന്ന് കൂടുതൽ ശക്തമാണ്. പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ്, മാറ്റത്തിന്റെ പേര് പറഞ്ഞ്, പുതിയ കാലത്തിന്റെ പേര് പറഞ്ഞ്, 6-ാം നൂറ്റാണ്ടെന്ന് ബസ് കിട്ടിയിട്ടല്ല എന്ന ആക്ഷേപം പറഞ്ഞ് ഇതിനെ രണ്ടിനെയും ഒരേപോലെ കാണുന്നു. ഒന്ന് ഫാഷിസമാണെങ്കിൽ രണ്ടാമത്തത് ലിബറലിസമാണ്, ലിബറൽ ഫാഷിസമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ മധ്യത്തിൽ നമ്മളിങ്ങനെ ഒരു പരാതിക്കാരും പ്രശ്നക്കാരും സങ്കടം പറയുന്നവരായിട്ട് ഇരിക്കേണ്ടവരാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഇതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനുള്ള അതിശക്തമായ ആയുധം യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. ആ ആയുധം മെറ്റൽ ഡിക്റ്റേറ്ററുകൾക്ക് പിടിക്കാൻ കഴിയുന്നതല്ല. ആ ആയുധം നിയമത്തിന്റെയും കോടതിയുടെയും അതിർലംഘനങ്ങളല്ല. ആ ആയുധം ഒരിക്കലും നമ്മെ ഈ സമൂഹത്തിലെ ഏതെങ്കിലും വ്യക്തിക്ക് ദോഷം സൃഷ്ടിക്കുന്ന ഒരാളാക്കി മാറ്റുന്നതല്ല. മറിച്ച് ആ ആയുധത്തിന്റെ പേര് വിശ്വാസം എന്നാണ്, നിലപാട് എന്നാണ്. ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 139. ഞാനിത് സാധാരണഗതിയിൽ ആയത്തിന്റെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചെങ്കിലും അത് പറയലില്ല. അത് പറയണെന്തിനാരും ഒന്നെടുത്ത് പോയി വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ നിന്ദ്യരാവേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ച റസൂല് പഠിപ്പിച്ച വിശ്വാസിയായി മാറുകയാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ. ഇതൊരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞു വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. സൂറത്ത് മാഇദന്റെ 9. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പടച്ചോന്റെ വാക്കാണ്, പാലിക്കണ വാക്കാണ്, ലംഘിക്കാത്ത വാക്കാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസത്തിന്റെ നിലപാടെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം, അവർക്ക് വലിയ പുണ്യവും അതുപോലെ തന്നെ അവർക്ക് പാപമോചനവുമുണ്ട്. അതുമാത്രമല്ല വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വാസത്തിന്റെ സമീപനം പുലർത്തുകയും ചെയ്യുന്നവർക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപുള്ള ജനപദങ്ങളുണ്ട്. നിരക്ഷരരായ ഒരു ജനതയിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരത്തിന്റെ നന്മയുടെ ചക്രവാളങ്ങളിലേക്ക് ആ പ്രവാചകൻ ഉയർത്തിക്കൊണ്ടുവന്ന് ഉയർച്ചയുടെ ചരിത്രം പകർന്ന സമുദായങ്ങളെയും സമൂഹങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഏറ്റെടുത്ത ആ അധികാരത്തിന്റെ നിമിഷങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. വലയുമക്കിനന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്ന ദീനിനെ പൂർണ്ണമായ ഭംഗിയോടെ പൂർണ്ണമായ അഭിമാനത്തോടെ നിങ്ങൾക്ക് പാലിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കിത്തരും. ഒന്ന്, നിങ്ങൾക്ക് അധീശത്വം തരും. രണ്ട്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരും. എന്താ അതിന്റെ നിബന്ധന? യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കുന്നവരാകണം. ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കുന്നവരാകരുത്. അപ്പൊ ഇവിടെ ഒരു വിഷയത്തിൽ നമുക്ക് ക്ലാരിറ്റി വേണം. എന്താണ്? ഒരു സമൂഹം എന്ന നിലക്ക് വിശ്വാസി സമൂഹം അവർ ചെയ്യുന്ന നന്മകൾ, ആ നന്മകൾ നിരാകരിക്കപ്പെടുന്നു. അവർ ചെയ്യുന്ന തിന്മകൾ, ആ തിന്മകൾ അത് മൊത്തം സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ വെച്ച് കെട്ടപ്പെടുന്നു. ഇത് നമ്മൾ കൃത്യമായ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരാൾ ചെയ്താൽ ആ നല്ല കാര്യം ഒരിക്കലും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും പേരിൽ ആരും പറയില്ല. എന്നാലോ വല്ലവനും വല്ല വേണ്ടാത്തവൻ ചെയ്താലോ, ഒരു ചങ്ങാതി ഒരു പട്ടിയെ കയറിൽ കെട്ടിയിട്ട് അയാളുടെ വണ്ടിന്റെ പിന്നിലിട്ടിട്ട് ഓടിച്ച്, അതോടുകൂടെ അത് മൊത്തം അതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിനും ഖുർആനിനും ഒക്കെയായി മാറി. അല്ലെ? അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെ ആളുണ്ട്. ഇവിടെ ഈ തിരുവിഴാങ്കുന്ന് ഏതോ ഒരു ആന ചെരിഞ്ഞപ്പോ പന്നിക്ക് വെച്ച പടക്കം വിഴുങ്ങി ആന ചെരിഞ്ഞപ്പോ അത് ഇന്റർനാഷണൽ തലത്തിൽ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളടക്കം ആ വിഷയം റീട്വീറ്റ് ചെയ്തു. ഒരു മുസ്ലിം പ്രദേശത്ത് നിന്ന്, മലപ്പുറത്ത് നിന്നാണ് പറഞ്ഞത്. അല്ലെ? ഇതൊക്കെ ഇങ്ങനെ കണ്ടും സഹിച്ചും കേട്ടും സഹിച്ചും നിൽക്കണോ? അതല്ല, നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിക വേഷം ധരിക്കുന്നു, ഇസ്ലാമിന്റെ ഭാഷ സ്വീകരിക്കുന്നു, നിങ്ങളുടെ നിലപാട് പച്ചക്ക് സമൂഹത്തിൽ പറയുന്നു. അപ്പൊ നിങ്ങൾ താലിബാനിയാക്കപ്പെടുന്നു, അപ്പോൾ നിങ്ങൾ തീവ്രവാദിയാക്കപ്പെടുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായ ഒരംശം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എന്നുള്ളതാണ് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പഠിച്ച് നമുക്ക് മനസ്സിലാക്കുക. വിശ്വാസത്തിന്റെ ആർജവവും വിശ്വാസത്തിന്റെ വെളിച്ചവുമുള്ള ഒരു ജനതയെ തൊടാൻ പറ്റില്ല സഹോദരന്മാരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടും അതേപോലെ ഈസാ അലൈഹിസ്സലാമയെ തൊട്ടുമൊക്കെ ഒരേപോലെ ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. പ്രവാചകൻ വിശ്വാസികളോട് ചോദിച്ചു, ആ മുഅ്മിനൂന അൻതും, നിങ്ങളൊക്കെ വിശ്വാസികളാണോ എന്ന് ചോദിച്ചു. ആരോടായി ചോദിക്കണേ? ഖുർആൻ അവതരിക്കുന്ന പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന ജനതയോട് ചോദിക്കാണ്. അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യമല്ല. അങ്ങ് പടിഞ്ഞാറിൽ ഇനി സൂര്യൻ ഉദിക്കുന്ന ഒരു അന്ത്യദിനത്തിന്റെ അവസാന നിമിഷം വരും.
ആ നിമിഷം വരെയും ലോകത്ത് വിശ്വാസത്തിന്റെ കണികകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ജനതയോടുള്ള ചോദ്യാണിത്. എന്താ ചോദ്യം? ആ മുഅ്മിനൂന അൻതും. അപ്പൊ അവരാരും മിണ്ടിയില്ല. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം. ആരും മിണ്ടാതിരുന്നപ്പോ പറഞ്ഞു നഅം. അപ്പോ അതേന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു ഫമാ അലാമതു ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താണ്? നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി നസ്ബിറു അലൽ ബലാ, ദുരന്തങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കും. വനഷ്കുറു ഫിർ റഖാ, സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ആവേശങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. വനർളാ ബിൽ ഖളാ, അല്ലാഹു ഞങ്ങൾക്ക് തന്ന വിധിയെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾക്ക് അല്ലാഹു തന്നതാണ്, അല്ലാഹുവിന്റെ ഖദറാണ് എന്ന നിലക്ക് ഞങ്ങൾ സ്വീകരിക്കും. കേട്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ വിശ്വാസികളാണ്. ഈസാ അലൈഹി ഇസ്ലാം അതിന് കൊടുക്കുന്ന ഉത്തരമുണ്ട്. അദ്ദേഹത്തിന്റെ ജനതയോട് ചോദിച്ചതായി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിലുള്ളത് എന്താ അറിയോ? ഫഅൻതും ഇദൻ ഹുകമാഉ വകാദു അൻ യകൂനു അംബിയാ ഫഅൻതും ഇദൻ ഹുകമാഉ, നിങ്ങളിപ്പോ യുക്തിജ്ഞന്മാരും ഏറ്റവും ബുദ്ധിയുള്ളവരും ഏറ്റവും വിവേകികളുമാണ്. എന്നിട്ട് അദ്ദേഹം പറയാം വകാദു അൻ യകൂനു അംബിയാ, നിങ്ങൾ അമ്പിയാക്കളാകാനുള്ള നിലവാരത്തിലേക്ക് എത്തിയവരാണ്. മനസ്സിലായില്ലേ? ഈ 3 സമീപനങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു ജനതയെ സഹോദരന്മാരെ ആർക്കും ഞെട്ടിക്കാൻ പറ്റൂല. അവരൊരിക്കലും വിഷമിക്കൂല. അവരെ കുടുംബത്തിലും കൂട്ടത്തിലുള്ളവരൊക്കെ കൊല ചെയ്യപ്പെടുന്നുണ്ടാകും, അവരെ വീട് ചിലപ്പോൾ ബുൾഡോസ് ചെയ്യപ്പെടുന്നുണ്ടാകും, അവര് നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അവരെ താലിബാനികളാക്കുന്നുണ്ടാകും. പക്ഷേ അതൊന്നും ഒരു ജനത മുഴുവൻ ഒന്നിച്ചതിക്രമിച്ചാക്രമിച്ചു വന്നാലും, അവര് വാക്കുകൾ കൊണ്ട് മിസൈലുകൾ തൊടുത്താലും, ഈ പറയുന്ന നിലപാടുള്ള ഒരു ജനത എന്താ വിചാരിക്കാറിയോ? ഇതൊക്കെ വിശ്വാസവും നിലപാടൊക്കെ വെച്ചു പുലർത്തി പോകുമ്പോൾ എങ്ങനെയായിരിക്കും? എന്റെ കുഞ്ഞിനെ അവർ കൊന്നുകളഞ്ഞു, എന്റെ കുഞ്ഞിനെ ഫാസിസ്റ്റുകൾ കൊന്നുകളഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഒരു ഉമ്മി വിഷമിക്കൂല. എന്റെ കുഞ്ഞ് രക്തസാക്ഷിയായി, അവൻ രക്തസാക്ഷിത്വം കിട്ടട്ടെ. രക്തസാക്ഷിയായി എന്നല്ല, ഒരാൾക്കും ഒരാളെയും കുറിച്ച് അയാൾ രക്തസാക്ഷിയാണോ അല്ലെന്നൊന്നും പറയാൻ കഴിയൂല ഇസ്ലാമിന്റെ അസ്ലനുസരിച്ച്, അല്ലെ? ഒരു സഹോദരി ഇങ്ങനെ കുഞ്ഞ് മകൻ യുദ്ധത്തിൽ മരണപ്പെട്ട് കിടക്കണം, മകന്റെ അടുത്തിരുന്നിട്ട് മോനെ നിനക്ക് സ്വർഗം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷം പറയാണ്. ആ മരിച്ചു കിടക്കണേ മകനെ മടിയിൽ താലോലിക്കുന്ന ഉമ്മനോട് പോയിട്ട് റസൂല ചോദിക്കുന്നുണ്ട്, അവൻ വേണ്ടാത്തതൊന്നും സംസാരിക്കാത്ത ആളാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം എടുത്ത് സ്വർഗത്തുനിന്ന് പുറത്തു കിടും. ആരാ? യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കണേ മോന്റെ തലയിൽ മുഖത്ത് പുരണ്ട മണ്ണ് തട്ടിക്കൊടുക്കണ ഉമ്മാനോടാ ചോദിക്കണേ. അതുകൊണ്ട് നമ്മൾ ആരും രക്തസാക്ഷികളായി മുദ്രാവാക്യൊന്നും വിളിക്കണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം, പഠിച്ചവനെ രക്തസാക്ഷിത്വം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഇന്നയാള് രക്തസാക്ഷിയാണെന്ന് ഗണ്യതമായി പറയാൻ നമുക്ക് ആർക്കും വകുപ്പില്ല. അത് ഇൽമുൽ ഗൈബിൽപ്പെട്ട കാര്യമാണ്. അപ്പോ ആ ഉമ്മ അങ്ങനെ വിചാരിക്കുക, എന്റെ മോൻ രക്തസാക്ഷിത്വത്തിന്റെ വഴിയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഞെട്ടൂല. അതുകൊണ്ട് അടുത്ത മോനോട് നീ നിലപാടിൽ നിൽക്കണ്ടെന്ന് പറയില്ല, അല്ലെ? കൃത്യമായിട്ട് അതാണ്. എന്താണ്? 3 കാര്യങ്ങളാണ്. നസ്ബിറു അലൽ ബലാ, ദുരന്തങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോ, പ്രയാസങ്ങളും അപകടങ്ങളും മഹാമാരികളൊക്കെ വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കും, അതിലൊക്കെ പുണ്യം പ്രതീക്ഷിക്കും. അറ്റമില്ലാത്ത പുണ്യത്തിന്റെ ലോകം എനിക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് എന്നയാൾ ഉള്ളിൽ ആഹ്ലാദിക്കും. മഹാമാരികളും രോഗങ്ങളും തുടർച്ചകളും കാത്തുകാത്തിരുന്ന കുഞ്ഞ് പ്രയാസത്തിലായി പോകുമ്പോ, കാത്തുകാത്തിരുന്ന ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച് ആ ദാമ്പത്യം ദുരന്തമാകുമ്പോ, അവിടെയൊക്കെ സ്വബറിന്റെ വലിയ വാതിൽ ഹൃദയത്തിൽ തുറന്ന് പുണ്യങ്ങളെ പ്രതീക്ഷിക്കും. വനഷ്കുർ ഫിർ റഖാ, വിജയങ്ങൾ വരുന്നു, ലാഭങ്ങൾ വരുന്നു, സന്തോഷങ്ങൾ വരുന്നു. അപ്പോഴോ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന ആളാക്കും. ജീവിതത്തിലുള്ള ഹറാമുകൾ എടുത്ത് ഒഴിവാക്കും, കൂടുതൽ സുജൂദിന് സമയം കണ്ടെത്തും. പിന്നെ വനർളാ ബിൽ ഖളാ, വിധികളിൽ പൂർണ്ണമായി അള്ളാഹു തന്ന വിധികളിൽ പൂർണ്ണമായി സമ്മതിച്ച് ഇത് റബ്ബിന്റെ വിധിയാണെന്ന് ആശ്വസിച്ച് നിലപാടെടുക്കും. നോക്കൂ നിങ്ങൾ, ഇത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനും 3 സംഭവം ഞാൻ പറയാം. സമയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിനുള്ളിൽ കൊള്ളുകയാണെങ്കിൽ 3 എണ്ണം പറയാം, അല്ലെങ്കിൽ കൊള്ളണത് പറയാം. 1400 ആളുകൾ പോവാണ് ഉംറവേഷത്തിൽ. അവരായുധധാരികളല്ല, ഉംറവേഷത്തിലാണ്. അറബ്സിന് അറിയാം ഉംറവേഷം ധരിച്ചൊരു വ്യക്തി ഒരു പ്രാണിയെ പോലും ദ്രോഹിക്കൂല എന്ന് അവർക്കറിയാം. അത് അവരുടെ പാരമ്പര്യമാണ്. പക്ഷേ അങ്ങ് ഹുദൈബിയയിൽ എത്തുമ്പോഴേക്ക് പ്രവാചകനെതിരിൽ വമ്പിച്ച സൈന്യത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അവർ. ജമാഅത്തു ഖുറൈശുൻ ജുമുഅഹാ വൽ അഹ്സാബ് അലാ ഖിതാലി റസൂലില്ലാഹി വൽ മുസ്ലിമീന ഫി ഗസ്വതി അഹ്സാബ് എന്ന ചരിത്രം രേഖപ്പെടുത്തിയത്.
ഖുറൈശികൾ നുറുമ്പ് കിട്ടാവുന്നവരെ മുഴുവൻ തട്ടിക്കൂട്ടി വന്നു. എന്തിന്? ഒരു മഹായുദ്ധത്തിന്റെ പുറപ്പാട് എന്നുള്ള നിലക്ക്, അല്ലെ? ഒരു മഹായുദ്ധത്തിന്റെ പുറപ്പാട് എന്നുള്ള നിലക്ക്. എത്രത്തോളം അതിൽ സൂചന ഉണ്ടായിരുന്നു. കറക്കുന്ന ഒട്ടകത്തെയും കൊണ്ട് അവർ പോകുന്നത്. കറക്കുന്ന ഒട്ടകത്തെയും കൊണ്ടുപോകുന്നത് എന്തിനാ? എത്ര ദിവസം ടെന്റ് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ടെന്റ് ചെയ്യും, ഈ ഒട്ടകപ്പാല് കുടിച്ച് നിങ്ങൾക്കെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരുന്നതാണ്. ആരും വീട്ടിൽ കുടുംബമുണ്ടല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോണ്ട. ഇത് മുഹമ്മദിനോടുള്ള അന്തിമ യുദ്ധമാണ്. ഇതാണ് അവരുടെ സ്റ്റാൻഡ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലൈൻ എടുത്തു. നമുക്ക് ചിലപ്പോ ഈ ചില വിഷയത്തിലൊക്കെ ഒരു ബാക്ക് ഫൂട്ട് വെക്കേണ്ട ഘട്ടം വരുമ്പോ അത് പിന്നോട്ട് പോക്കാണെന്നും അത് എന്താ പറയാ, അത് കരുത്തില്ലാത്തതുകൊണ്ടാണെന്നും മുട്ടുവറച്ചിട്ടാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഹുദൈബിയ സന്ധിയിൽ ഒരുപാട് പാടുണ്ട്. ഒരു സമൂഹം എന്ന നിലക്ക് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജിഹാദിന്റെ ഷർത്ത് പറഞ്ഞു കൊടുത്ത് ഇസ്ലാം പറഞ്ഞൊരു അസലുണ്ട്. നിങ്ങൾക്ക് ജിഹാദിന്റെ സാഹചര്യമുണ്ട്, പക്ഷേ നിങ്ങൾ ജിഹാദ് ചെയ്ത അതിലേറെ വലിയ പ്രശ്നം വരിക. ജിഹാദിന് പോകരുത് നാസില്, അല്ലെ? പോകരുത് നാസില്. ലോകത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന പല ഇടങ്ങളിലും അതിന് നേതൃത്വം നൽകുന്നവരോട് നമുക്കുള്ള ചില വിയോജിപ്പിന്റെ പോയിന്റ് അതന്നെയാണ്. ഒരു ദിവസം നമുക്ക് 1000 മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്യാം, പക്ഷേ പിന്നെ നീണ്ട കാലങ്ങൾ ലക്ഷം മിസൈലുകൾ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചടി കിട്ടുന്ന ഒരു ജനതയിൽ സ്വീകരിക്കേണ്ട ഒരു സമീപനമുണ്ട്. ആ സമീപനം പറഞ്ഞതിന്റെ പേരിൽ ആരൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ഒരു ചുക്കൂല്ല. ദീനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്ത്? വേഗം സുൽഹിലേക്ക് പോയി. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരിവിടെയാണ്, മദീനത്താണ്. ഒരു രാത്രിയിൽ അപ്രതീക്ഷിതമായി പുറപ്പെട്ടവരാണ്. അവരുടെ തോട്ടവും തോപ്പും കുടുംബവും വീടും കൂടും ഒക്കെ ഉപേക്ഷിച്ചു. അവര് ഒറ്റ കാര്യത്തിനു വേണ്ടി, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ വചനം ഉന്നതമാകാൻ വേണ്ടി. ആ ജനത നാട് കാണാൻ, കഅബ കാണാനുള്ള കൊതിയിൽ വരുന്നവര്, അവർക്ക് സ്വാഭാവികമായും വിഷമങ്ങളുണ്ടായി. കരാറുള്ള വാചകങ്ങളാണെങ്കിലോ ഒരു കാലത്തും മനസ്സിന് ആശ്വാസം കിട്ടൂല എന്ന് തോന്നുന്ന വാചകങ്ങൾ. മക്കയിൽ നിന്ന് ഇനി വല്ലവനും മദീനയിൽ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അവരെ മുഴുവൻ അങ്ങോട്ട് തിരിച്ചേക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാർ വാചകം കേട്ടു. അപ്പൊ എന്താ? ഇനി മക്കത്തുനിന്ന് ഒരാൾക്കും ഇസ്ലാം സ്വീകരിച്ച് മദീനത്ത് വന്ന് മുസ്ലിമായി ജീവിക്കാൻ പറ്റൂല. അതാ കരാറ്. രണ്ടാമത്തെ കരാറ്, വല്ലവനും മദീനയിൽ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവനവിടെ നിർത്താൻ പാടില്ല, തിരിച്ചോടനെ മക്കത്തേക്ക് പറഞ്ഞേക്കണം, അവന് പോകാനുള്ള വഴിയൊരുക്കണം. അതാണ് കരാറ്. ഏകപക്ഷീയം. അടുത്തത്, നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോകണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഉംറ ചെയ്തു പോകാൻ പറ്റുമല്ല, ഇപ്പൊ തിരിച്ചു പോകണം. മാത്രല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയെടുത്തത്തെ ബിസ്മില്ല മതി, റഹ്മാനും റഹീമും വേണ്ട. അള്ളാഹുൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് പ്രവാചകന്റെ എതിർ സമൂഹം എന്ന് പറയുന്നവര് അവർ അള്ളാഹുൽ വിശ്വസിക്കാത്തവരല്ല. അങ്ങനെ തെറ്റിദ്ധാരണ നമുക്ക് ആവശ്യമല്ല. പക്ഷെ ഞങ്ങൾ റഹ്മാനും റഹീമുമായ പടച്ചോനിൽ വിശ്വസിക്കണില്ല. പാപം ചെയ്ത ആൾക്ക് നേരിട്ട് പടച്ചോനടുത്തേക്ക് ചെല്ലാൻ പറ്റൂല. അങ്ങനെ പൊറുക്കണമെന്നല്ല പടച്ചോൻ എന്ന അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയപ്പോ റസൂല് പറ്റൂല എന്ന് പറഞ്ഞു. ഒക്കെ വെട്ടിച്ചു, എല്ലാം വെട്ടിച്ചു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ ഒപ്പിടേണ്ടത്? കാരണം അള്ളാഹുവിന്റെ റസൂലിന് ഇത് അറിയില്ലല്ലോ. അപ്പോ അലി ബിൻ അബി താലിബും മടിക്കുന്നുണ്ട്, അലി ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടത്? പ്രവാചകൻ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് വെക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? സഹാബത്തിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. പ്രവാചകൻ പിന്നെ തന്റെ ഭാര്യയോട് ചർച്ച ചെയ്തു. ഇവരാരും ഞാൻ പറഞ്ഞ കേൾക്കണില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ആദ്യം മുടി മുറിക്കുക. പ്രവാചകന്റെ മുടി മുറിച്ച് അത് അവിടെ വിതരണം ചെയ്തു. അവർക്ക് മനസ്സിലായി പ്രവാചകൻ ഉംറയിൽ നിന്ന് തഹല്ലുലായി. അറുത്തു കൊടുത്തവർ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങി. എന്താ? ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീന, അങ്ങേക്ക് ഉജ്ജ്വലമായ വിജയം അള്ളാഹു തന്നിട്ടുണ്ട് എന്ന്. അല്ലെ? എന്തായിരുന്നു അവിടുത്തെ ആ വിജയത്തിന്റെ കാരണം? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, റിദ്വാൻ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന് പ്രതിജ്ഞ എടുത്ത സമൂഹം, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ആ വിശ്വാസം, ആ വിശ്വാസമാണ് ആ ജനതയെ വിജയിപ്പിച്ചത്. ഞാൻ പറയുന്നു, എല്ലാറ്റിനെയും അതിജയിച്ചൊരു ജനതയായി മുന്നേറുന്നിടത്ത് നമ്മൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടലല്ല നമ്മുടെ അജണ്ട. മറിച്ച് വിവേകത്തിന്റെ വഴി സ്വീകരിച്ച്, വിശ്വാസത്തിന്റെ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് വലൗ അന്ന അഹ്ലൽ ഖുർആന വത്തഖൗ, സൂക്ഷ്മത പാലിക്കുന്ന അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക്
ആകാശ കവാടങ്ങളുടെ അനുഗ്രഹ കവാടങ്ങൾ തുറന്നിടപ്പെടുമെന്നത് അള്ളാഹുവിന്റെ വാക്കാണ്. നോക്കൂ നിങ്ങൾ, എന്താ ഉണ്ടായത്? ഫഅൻസലല്ലാഹു സകീനത അലൈഹിം, അള്ളാഹു അവർക്ക് സമാധാനത്തെ വർഷിച്ചു കൊടുത്തു. വഅസാബഹും ഫതഹൻ ഖരീബാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസന്നമായ വിജയത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. എന്താണ്ടായത് നിങ്ങൾ കേൾക്കണം. കരാറുണ്ട് ഒപ്പിട്ട് നോക്കുമ്പോ അബൂജന്തൽ ഉണ്ട് അവിടെ. അബൂജന്തൽ ഉണ്ട് അവിടെ. നബിയെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വരട്ടെ നബി എന്ന് ചോദിച്ചു. പ്രവാചകൻ അദ്ദേഹത്തോട് ഓക്കെ പറഞ്ഞില്ല. അബൂജന്തൽ ആരാ? അബൂ സുഫിയാന്റെ മോനാണ്. അബൂ സുഫിയാന്റെ മോൻ അബൂജന്തൽ അങ്ങോട്ട് മക്കയിലേക്ക് അയാളെ തിരിച്ചുവിട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ശത്രുവായിട്ടുള്ള കരാർ അങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ ഫാഷിസ്റ്റിനെക്കാളും ക്രൂരന്മാരാണ് അവര്, അല്ലെ? നമ്മളെ ഇന്നത്തെ ഫാസിസ്റ്റുകളെക്കാളും ക്രൂരന്മാരാണ് അവർ. ഞാൻ ആലോചിക്കാൻ പറഞ്ഞ വാചകമൊന്നുമല്ല. മക്കയിലെ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അത്രയും തെമ്മാടികളാണവർ. അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാന. അബൂജന്തൽ അങ്ങ് പോയില്ല. അബൂജന്തൽ മറ്റൊരു സ്ഥലത്ത് ടെന്റ് ചെയ്തു. ആളുകളൊക്കെ അവിടെ പോയി, ഇസ്ലാം സ്വീകരിക്കണമല്ലൊക്കെ അവിടെ പോയി ടെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവർക്ക് പ്രശ്നമായി. പ്രവാചകനാണെങ്കിലോ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കയറി ചെല്ലാൻ വകുപ്പായി. സ്വഹാബത്ത് അവിടെ പോയി ദഅവത്ത് തുടങ്ങി. ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. ഇവർക്കാണെങ്കിൽ അബൂജന്തലും ടീമും അവരുടെ കച്ചവട യാത്രകൾക്ക് പ്രശ്നമായി. അപ്പൊ അവരെന്നെ കരാർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്രവാചകനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ക്ലോസ് ആയപ്പോഴോ അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ വിജയത്തിന്റെ, മക്ക വിജയത്തിന്റെ യാത്ര അങ്ങോട്ട് നടത്തി. ഒരു തുള്ളി ചോര വീഴാതെ മക്ക പ്രവാചകന്റെ കൈക്കുമ്പിളിലേക്ക് കിട്ടി. അതാണ് വിശ്വാസത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അവിടെയൊക്കെ കാണാം നമുക്ക്. പ്രവാചകൻ ഇങ്ങനെ യുദ്ധത്തിന് ബദറിലേക്ക് പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഹുദൈഫത്ത് ബിൻ യമാൻ വരുന്നത്. യമാനും ഹുദൈഫയും വാപ്പിമോനും വരുന്നേ. നബി അവിടെ ഞങ്ങൾ മക്കത്ത് അവർക്ക് കൊടുത്ത കരാറുകളോടൊപ്പം യുദ്ധം ചെയ്യൂല എന്നാണ്. എന്താ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു കരാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് പോരണ്ടെന്നാണ്. വാക്ക് പാലിക്കണ ഒരു ജനത, അല്ലെ? വിശ്വാസം പാലിക്കണ ഒരു ജനത, നിലപാട് പാലിക്കണ ഒരു ജനത, അവർക്ക് കിട്ടിയ വിജയം എന്താ? ഈ ഹുദൈബിയ സന്ധിയുടെ വിജയാണ്. മഗാനിമ കസീറൻ യഖുദൂനഹ വകാന അല്ലാഹു അസീസൻ ഹകീം. എന്നിട്ട് വഅദകുമുല്ലാഹു മഗാനിമ കസീറ, ഹുദൈബിയയിൽ നിങ്ങൾ കരാർ എഴുതിയപ്പോ നിങ്ങൾക്ക് അല്ലാഹു യുദ്ധാർജിത സമ്പത്തിന്റെ കുമിഞ്ഞുകൂടുന്ന ലോഡുകൾ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തഖുദൂനഹ, അത് നിങ്ങൾക്ക് കിട്ടും. ഫജഅല ലക്കും ഫഅജ്ജല ലക്കും ഹാദിഹി വകഫ ഐദിയൻ നാസി അൻകും. ഹുദൈബിയയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീരുമാനമാണ് ജനങ്ങളുടെ കൈ നിങ്ങളിൽ നിന്ന് മാറ്റിയത്. വലിതകൂന ആയത്തൻ ലിൽ മുഅ്മിനീൻ, ഇനി ജനപദങ്ങൾ വരും, ചരിത്രത്തിൽ സാക്ഷിയാകുന്ന ജനസഞ്ചയങ്ങൾ വരും, അവർക്ക് പാഠമാകണം. വയഹ്ദീകും സിറാത്തൻ മുസ്തഖീമ, നിങ്ങൾ ശരിയായ വഴിയിലെത്തും വേണം. അപ്പോ വിശ്വാസമുള്ള ഒരു ജനത അങ്ങനെയാണ്. നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫിന് എടുക്കുക സഹോദരന്മാരെ. അസ്ഹാബുൽ കഹ്ഫ് ആരാ? അസ്ഹാബുൽ കഹ്ഫിന് വേറെന്തെങ്കിലും അഡ്രസ് ഉണ്ടോ? അവരുടെ പേര്, അവരുടെ നാട്, അവരുടെ ഊര്, അവരുടെ കുടുംബം ഒന്നുമില്ല. അസ്ഹാബുൽ കഹ്ഫ് നീണ്ട 100 വർഷങ്ങൾ അവര് ആ ഗുഹക്കുള്ളിലായി, അല്ലെ? വർഷങ്ങളെ പറ്റി അതിലേറെ വലിയ എണ്ണൊക്കെ പറയുന്നുണ്ട്. എന്താ അവിടെ സംഭവിച്ചത്? അല്ലാഹു അവരെ ഉറക്കി. ആ ഗുഹയുടെ ക്ലൈമറ്റ്, എല്ലാ സാധനങ്ങളും അവർക്ക് അനുകൂലാക്കി കൊടുത്തു. എന്തേ അതിന്റെ കാരണമുള്ളൂ? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, നിങ്ങൾക്ക് ഞാൻ സത്യസന്ധമായി കഥ പറഞ്ഞു തരാം. ആരെപ്പറ്റി? അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി. ഇന്നഹും ഫിത്യത്തുൻ ആമനു, അവർ വിശ്വാസത്തിന്റെ നിലപാട് സ്വീകരിച്ചൊരു ജനതയായിരുന്നു. ആമനു ബി റബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ വിശ്വസിച്ചു. ഫസിദ്നാഹും ഹുദ, അവരുടെ ഹിദായത്ത് നാം അവർക്ക് വ്യക്തമാക്കി കൊടുത്തു, അവൾക്ക് എളുപ്പമാക്കി കൊടുത്തു എന്നാണ്. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ നിലപാട് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന വിജയത്തെക്കുറിച്ചാ. അവിടെ സാഹചര്യങ്ങളൊക്കെ എതിരല്ലേ ശരിക്ക്? അസ്ഹാബുൽ കഹ്ഫ്, അവരുടെ രാജാവ് അവരെ ആരാധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഇല്ലെന്ന് പറഞ്ഞവർ ഹിജറ പുറപ്പെട്ടു, ഗുഹയിൽ വന്നു. ആ ഗുഹയിൽ അവര് നീണ്ട ഉറക്കത്തിലേക്ക് പോയി, അല്ലെ? എല്ലാം റബ്ബ് സെറ്റാക്കി കൊടുത്തു അവർക്ക് കംപ്ലീറ്റ്. തിരിച്ച് അവര് ഉണരുന്ന കാലവും ബാക്കി സംഗതികളൊക്കെ ആ ഭരണാധികാരികളുടെ കാലഘട്ടം കഴിഞ്ഞതിന്റെ ശേഷം അവര് ഉണർച്ചയിലേക്ക് വരുന്നത്. അപ്പോ ഉള്ളിലെ വിശ്വാസം ചെത്തിമിനുക്കിയതാകുമ്പോ തീർച്ചയായും ഇതങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഗസ്വത്ത് അഹ്സാബ് അല്ലെങ്കിൽ ഖന്തക് യുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖന്തക് യുദ്ധത്തിന്റെ ഒരു അവസ്ഥ എന്താ ശരിക്ക്? ഖുറൈശികൾ മാത്രം 4000 കാലാൾപ്പടയുണ്ട് അവർക്ക്. ഗത്ഫാൻ ഗോത്രമുണ്ട്, അവരുടെ കൂടെ 2000 ആളുകളുണ്ട്. അതിൽ തന്നെ
ബനു ഫിസാറ, ബനു മുറ, ബനു അസ്ജ, ഇങ്ങനെയുള്ള ഗോത്രങ്ങളുണ്ട്. ബനു സുലൈമുണ്ട്, ബനു അസദ്ബിന് ഹുസൈമയുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകൾ. പിന്നെ മദീനക്കുള്ളിലെ ജൂതന്മാരുണ്ട്. അങ്ങനെ 10,000-ഓളം ആളുകളുണ്ട്. 10,000-ഓളം ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും 3000-ൽ താഴെ ആളുകളാണ്. എന്താ? ഇത് ജാഊകും മിൻ ഫൗഖികും വമൻ അസ്ഫല മിൻകും. നിങ്ങൾ അവർ വളഞ്ഞു, മേലെന്നും താഴെന്നൊക്കെ നിങ്ങൾ വളഞ്ഞു. വൈദ സാഖത്തിൽ അബ്സാർ, കണ്ണുകൾ ഇങ്ങോട്ട് വിടർന്നു പോയി പേടിച്ചിട്ട്. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയം ഇങ്ങോട്ട് ചങ്കിലേക്ക് കയറിന, ഹൃദയം ഇങ്ങോട്ട് പേടിച്ചിട്ട് ചങ്കിലേക്ക് കയറി. വതദുന്നൂന ബില്ലാഹി ദുനൂന, പല പല വിചാരങ്ങളും ചിന്തകളും അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ മിന്നിമറഞ്ഞു. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, വിശ്വാസികളോട് പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, അതികിടിലമായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായി. എത്രത്തോളം രംഗം കാണാം ചരിത്രത്തിൽ. ഖുദൈഫ റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂല് വിളിച്ചിട്ട് പറഞ്ഞു, മയ്യതീനി മിൻ ഖബറിൽ ഖൗം, അവരെ സംബന്ധിച്ച് അവരെത്ര ആളുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെയുള്ളൊരു എണ്ണം കണക്കൊക്കെ ആരായി എനിക്ക് എടുത്തു തരാ? 3000 ആളുണ്ട്. ആരും മിണ്ടണില്ല, ആരും അനങ്ങണില്ല കേട്ടോ, ആരും അനങ്ങണില്ല. നമ്മളെ മക്കള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് കേൾക്കാതാവുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴത്തേന് നമ്മള് ആകെ ബേജാറേണ്ട കാര്യമല്ല. ഇത് വിശ്വാസത്തിന്റെ ക്ലാരിറ്റിയുള്ള ഒരു ജനതയാണ്. അത്രയും ഉന്നതമായ നിലപാടല്ലോ, ആരും മിണ്ടണില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താ പ്രവാചകന്റെ, വഹുവ റഫീഖി ഫിൽ ജന്ന യജഅലുല്ലാഹു മഅ യൗമൽ ഖിയാമ, അങ്ങനെ പോണ ആളും ഞാനും പരലോകത്ത് ഒന്നിച്ചായിരിക്കും. ഒന്നുകൂടി നബി പറഞ്ഞു, ആരും അനങ്ങണില്ല. ഒന്നുകൂടി നബി പറഞ്ഞു, വഹുവ റഫീഖി ഫിൽ ജന്ന, അയാൾ എന്റെ കൂട്ടുകാരനായിരിക്കും. അപ്പൊ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നു. ഫമാ കാന ബി മിൻ ശൈഇൻ മിനൽ ജൂഇ വൽ ബർദി അശദ്ദ മിൻഹു യൗമഇദിൻ, നല്ല വിശപ്പ്, നല്ല പട്ടിണി, നല്ല ദാഹം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭൂമിയിൽ എനിക്ക് അന്നത്തെ ദിവസത്തെ പോലെ വിശന്നിട്ടില്ല, അന്നത്തെ ദിവസത്തെ പോലെ ഞങ്ങൾ ഭയന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ആരും എണീക്കണില്ല. അവിടെ ഒരു ലീഡർ നമ്മൾ കാണണം. പ്രവാചകൻ അവരെ പ്രകോപിപ്പിക്കണില്ല, തെറി വിളിക്കണില്ല, ചീത്ത പറയണില്ല. അള്ളാഹുവിന്റെ റസൂൽ കാത്തു നിൽക്കണം. ഹുദൈഫ എന്ന് വിളിച്ചു. എല്ലാ രഹസ്യം പറയണ ഹുദൈഫ പറഞ്ഞു, ഞാൻ പോകാം നബിയേ, ഞാൻ പോകാം. അത്രയും സംഘർഷങ്ങളിലൂടെ പോയെങ്കിലും പിന്നെ അവർ കിടങ്ങുകൊഴിക്കാൻ തീരുമാനിക്കുകയാണ്. കിടങ്ങു കൊഴിച്ചു, അവരധ്വാനിച്ചു, അവർ പണിയെടുത്തു അല്ലെ. കിടങ്ങു കൊഴിക്കുമ്പോ കിടങ്ങിൽ കല്ല് കാണുകയാണ്. ഞാൻ എന്റെ ഖുത്ബയിൽ ഇടക്ക് ആവർത്തിക്കണ കാര്യ, കല്ല് കാണുകയാണ്. കല്ല് കാണുമ്പോ നേതാവാണ് മുന്നിക്കിറങ്ങണത്. പ്രവാചകൻ മുന്നിക്കിറങ്ങി ആ കല്ലിലങ്ങോട്ട് അടിക്കാണ്. കല്ലിലങ്ങോട്ട് അടിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ യമനിന്റെ വെള്ളക്കൊട്ടാരങ്ങൾ കണ്ടു, അത് നമുക്ക് കീഴടങ്ങാൻ പോണ ഒരു ദിവസം വരുന്നുണ്ട്. അടുത്തത് അടിച്ചിട്ട് പറഞ്ഞു, കല്ല് പൊട്ടിയപ്പോ പറഞ്ഞു, ഞാന് കിസ്റയുടെ കൈസറിന്റെ, അങ്ങനെ ഓരോന്ന് പറയാ റസൂലുള്ളാഹ്. ആ പ്രതീക്ഷ അവർക്ക് കൊടുത്ത് അവരെ കൂടെ നിർത്തി ശക്തമായി സജ്ജമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുകയാണ്. എങ്ങനെ അവർക്ക് ഉയരാൻ പറ്റിയത്? വിശ്വാസത്തിന്റെ നിലപാട് കൊണ്ടാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ജീവിതത്തിലുണ്ടോ ആ പ്രശ്നത്തിന്റെ ഒക്കെ ഉത്തരം എന്താ? ഈമാനാണ് എന്നത് ഉൾക്കൊള്ളാൻ കഴിയുക. അള്ളാഹു സ്വീകരിക്കുമാറാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ നിലപാട് വേഷത്തിലും വർത്താനത്തിലും അല്ല ആദ്യം ഉണ്ടാകുക. ആദ്യം ഉണ്ടാകുക കൽബിലാണ് കേട്ടോ. കൽബിലുണ്ടാകുമ്പോൾ ഇസ്ലാം നിശ്ചയിച്ച വേഷവും വിധാനമൊക്കെ ഉണ്ട്, പുരുഷനും സ്ത്രീക്കും ഒക്കെ. സ്ത്രീക്ക് മാത്രമൊന്നുമല്ല, പുരുഷനും ഇസ്ലാം വേഷവും വിധാനമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുണ്ടാകും അല്ലേ. അതോടൊപ്പം അള്ളാഹുവിനെ പറ്റി എന്റെ കാര്യത്തിന് പടച്ചോ മതി എന്നുള്ള അവസ്ഥ എത്തുമ്പോഴേ നമ്മൾ ശരിയായ വിശ്വാസത്തേക്ക് എത്തണുള്ളൂ. ഖുർആൻ പറഞ്ഞു, ഇദാ ദുക്കറല്ലാഹ വഹ്ദഹു, അള്ളാഹു മാത്രമൊക്കെ ചെയ്തുതരും എന്ന് പറഞ്ഞാൽ ഇശ്മാഅത്ത് ഖുലൂബുല്ലദീന ലാ യുമിനൂൻ, ഓൽക്ക് പറ്റൂല, ഓൽക്ക് അതങ്ങോട്ട് പിടിക്കൂല, അവർക്ക് വെറുപ്പായിരിക്കും. എന്നാലോ കൂടെ അള്ളാഹു അല്ലാത്തവരെ കൂടിയും പറഞ്ഞാലോ അപ്പോഴേ അവർക്ക് ശരിക്കും വിശ്വാസമാകുള്ളൂ. ഔലിയപ്പാപ്പാന്റെ അടുത്ത് കൊണ്ടേ കൊടുത്താലേ അവർക്ക് പൂർണ്ണ തൃപ്തിയാകുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു ഹൃദയം നമുക്കുണ്ടോന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കണം കേട്ടോ, ശരിക്കും പരിശോധിക്കണം. നോക്കൂ, നിങ്ങൾ പലപ്പോഴും നിലപാടുകളും വിശ്വാസങ്ങളും ഒക്കെ അട്ടിമറിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പഴച്ചാൽ മതി. അതുകൊണ്ട് തന്നെ പഠനം എന്നത് പ്രധാനമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു വിശ്വാസം ഒരു വ്യക്തിക്ക് കിട്ടാൻ എന്താ വഴി? ഖുർആനാണ് വഴി. ഖുർആനുമായുള്ള നിരന്തര ബന്ധമാണ് വഴി. അത് പഠിക്കലാണ് വഴി. ഖുർആൻ നമ്മുടെ മുന്നിൽ
പുതിയ വെളിച്ചത്തിന്റെ ലോകം തുറന്നു വെക്കും, ഒരു സംശയം അതിലില്ല. ഖുർആൻ വ്യക്തമായ വെളിച്ചത്തിന്റെ വഴി. ഞാനൊരു അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാഴ്ച പരിമിതർക്കുള്ള നമ്മുടെ ഒരു വിങ്ങുണ്ട്, എൻവിഷൻ എന്നാണ് എന്റെ പേര്. എൻവിഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കാഴ്ച പരിമിതനായ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഖുത്ബയൊക്കെ കേൾക്കുന്ന ഒരാൾ നിങ്ങളെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, അയാൾ കാഴ്ചയില്ലാത്ത ഒരാളാണ്, അപ്പൊ അയാൾ വിളിക്കും, ഫോണൊന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, അയാൾ എന്റെ നമ്പറൊക്കെ സേവ് ചെയ്ത് ഇങ്ങനെ അടിച്ച്, നല്ല പണിയില്ല, എനിക്കത്ര പണിയില്ലല്ലോ, ഞാൻ നേരെ അയാൾ നമ്പർ അങ്ങോട്ട് വിളിച്ചു. അപ്പം പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയ ആളാണ് ഇപ്പര്, ശരിക്കും പറയട്ടോ, പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയ ആളാണ്. അപ്പൊ ഒരു വൈഫ് ഒരു ദിവസം പറഞ്ഞു, നമ്മളെ കുട്ടിയേക്കും ഇങ്ങനത്തെ വല്ല പ്രശ്നമായിട്ട് ഉണ്ടോന്നാവോ? പറഞ്ഞു, ഞാൻ പറയല്ലേ, അങ്ങനെ പറയല്ലേ. പരിശോധിച്ച് നോക്കിയപ്പോ കുട്ടിയേക്കും ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അപ്പൊ തോന്നിയേ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ, ഞാനതാ ഈമാൻ അതിന് പേര് കൊടുക്കുക. മൗലവി ഹസ്ബൂന്നല്ലേ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഫഹു ഹസ്ബു, അവൻ അല്ല മതി എന്നല്ലേ. സത്യത്തിൽ ഈ ഫഹു ഹസ്ബു, അവൻ അല്ല മതി എന്നുള്ളത് എനിക്ക് അത്ര തീവ്രമായി ഫീൽ ചെയ്തത് ആ മനുഷ്യൻ പറഞ്ഞപ്പോഴാ. 2-3 കൊല്ലം കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്നു, ചികിത്സക്ക് ഫലമല്ല. പക്ഷെ ഒരു ദിവസം ചികിത്സക്ക് ഫലമുണ്ടായി. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പേരില്ലാത്ത രോഗത്തിന് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു. ആ കുട്ടികളുടെ കാഴ്ച കൂടുതൽ മങ്ങിയിട്ടില്ല. അദ്ദേഹം പ്രാർത്ഥനയോട് വസിയത്ത് ചെയ്തുകൊണ്ടും കൂടി പറയണേ, കൂടുതൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ അദ്ദേഹത്തിനും കുടുംബത്തിനും പൂർണ്ണ കാഴ്ചയോടെ പൂർണ്ണ വെളിച്ചത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഫാസിസ്റ്റുകൾ ഉണ്ടാക്കണമെന്നല്ല വലിയ പ്രശ്നം, ഇതൊക്കെ വലിയ പ്രശ്നം. നമ്മളെ കാഴ്ച ഒരു ദിവസം പെട്ടെന്നാണ് പോവുക, നമ്മളൊന്നും അല്ലാതാകുക, നമ്മളെ വേസ്റ്റ്, നമ്മളെ വൻകുടലിൽ നിന്ന് വരുന്ന സാധനം സ്റ്റോർ ചെയ്യാൻ ഇവിടെ ഒരു ബാഗ് ഇടുക, അല്ലേ? എന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞത് ഇതിലേറെ വലിയ പരീക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ട് അതിജീവനം കിട്ടണമെങ്കിൽ ആ നേരത്തെ അത് തോന്നണം കേട്ടോ. കുട്ടി പുഴയിൽ പോയി മരിച്ച ഉമ്മാനെ സന്ദർശിച്ചപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അൽഹംദുലില്ലാ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, മൗലവി ഇന്നാലില്ല പറഞ്ഞു, പക്ഷെ അൽഹംദുലില്ലാ പറഞ്ഞെങ്കിൽ ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു 5-6 മരണം പറഞ്ഞു കൊടുത്തു. MDMA അടിച്ചിട്ട് തൂങ്ങി മരിച്ചിട്ട്, ഒരാളെ കുത്തിയിട്ട് തിരിച്ച് കുത്തിയിട്ട് ഒക്കെ നമ്മളെ കുട്ടി മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിപ്പോ വെള്ളത്തിൽ മുങ്ങി മരിക്കാണ്, രക്തസാക്ഷിത്വത്തിന്റെ അവസ്ഥയുള്ള മരണമാണ്. പിന്നെ അവരിങ്ങനെ ഉറക്കനെ പറയാം അൽഹംദുലില്ലാ, അത് ഉൾക്കൊണ്ട് അൽഹംദുലില്ലാണ്. അപ്പോ ആ ഘട്ടം, അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോ അവിടെ പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈമാനിന്റെ വെളിച്ചം ഉണ്ടാകണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അവന്റെ മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. യഥാർത്ഥമായ ഈമാനോടുകൂടെ അത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.